ശ്രീ അഡ്വക്കേറ്റ് സി ഷുക്കൂർ, നോക്കൂ, മുത്തലാഖ്, പൗരത്വ ഭേദഗതി, ഇതടക്കം പാർശ്വവൽകൃതർ പ്രതിസന്ധിയിലാകുന്ന എല്ലാ ഘട്ടത്തെയും തോൽപ്പിക്കാനായി ഒരുമിച്ച് മതേതരത്വത്തിൻ്റെ കൈകോർത്ത് ഇവിടുത്തെ വർഗീയ ശക്തികൾക്കെതിരെ നിലനിന്ന സമൂഹമാണ് കേരളം. ആ കേരളത്തിലാണ് ഇത്തരം കുത്തിത്തിരിപ്പുകൾക്ക് ശ്രമിക്കുന്നത്. അത് ഇവർക്ക് ബോധ്യമായില്ലെങ്കിലും ശ്രീ അബ്ദുള്ളക്കോയ മദനി അടക്കമുള്ളവർക്ക് ബോധ്യമായി. ശ്രീ സി ഷുക്കൂർ, എനിക്ക് വളരെ രസകരമായി തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഫോക്കസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് ടി കെ അഷ്റഫ്, അല്പവസ്ത്രം ധരിച്ച് ആൺപെൺ കൂടിക്കലർന്ന് തുള്ളുന്ന സംസ്കാരം, ഇതിനെയാണ് സൂംബ എന്നവർ മനസ്സിലാക്കിയത്. അല്പവസ്ത്രം ധരിച്ച് ആൺപെൺ കൂടിക്കലർന്ന് തുള്ളുന്ന സംസ്കാരം, ഈ വാദത്തിന് ഒരടിസ്ഥാനവും ഇല്ലാന്ന് 26-ാം തീയതി മുതൽ 29, 27, 28 3 ദിവസം നമ്മുടെ സ്കൂളുകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരാൾക്കും പരാതി ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പറയുന്ന വിസ്ഡം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അവരുടെ മക്കൾ ആരൊക്കെയാണ് സ്റ്റേറ്റ് സിലബസിലുള്ള ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നത്, അവരുടെ ലിസ്റ്റ് അവർ പുറത്തു വിടട്ടെ. ആ കുട്ടികളുടെ ഇത്ര പേര് ഞങ്ങളുടെ വിസ്ഡം ഗ്രൂപ്പിൽപ്പെട്ടവർ ഇത്ര പേരുണ്ട്, അവർക്ക് ആ കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട്, അവരുടെ രക്ഷിതാക്കൾ ആ മക്കളുടെ ലിസ്റ്റ് പുറത്തു വിടട്ടെ. അത് എത്ര പേരുണ്ടാകും നമുക്ക് പരിശോധിക്കാം. എതിർക്കുന്നവർ എത്ര പേരുണ്ടാകും നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് തരും അവർ വിസ്ഡം ഗ്രൂപ്പിൽ പെടുന്നവർ എത്ര പേരുണ്ട്, അവരുടെ മക്കൾ പൊതുവിദ്യാഭ്യാസത്ത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷന് കേരള ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്ന എയ്ഡഡ് സ്കൂളുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളോ വരുന്നവർ എത്ര പേര് ഇവരുടെ മക്കളുണ്ട്, അവരുടെ ലിസ്റ്റ് പുറത്തു വിടട്ടെ. ഈ ടി കെ അഷ്റഫ് അടക്കം നമ്മളിപ്പോൾ സംസാരിക്കുന്ന അദ്ദേഹത്തെ അടക്കമുള്ളവർ അവരുടെ ലിസ്റ്റ് ഒന്ന് പുറത്തു വിടട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ ടി കെ അഷ്റഫ് എന്ന് പറയുന്നത് കുറച്ച് നാൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ ഇവരുടെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയിരുന്നു. വലിയ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 10-20 ആൾക്കാരുണ്ടായിരുന്നൊരു പരിപാടിയാണ്. ആ പരിപാടിയിൽ മൈക്ക് ഉപയോഗിക്കാനുള്ള സമയം രാത്രി 10 മണിയാണ്. അത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിരവധി വിധികളുടെ പുറത്ത് ശബ്ദമലിനീകരണം വളരെ കൂടുകയും രാത്രി വലിയ തോതിൽ ദ്രോഹവും ചെയ്യുന്നതിൻ്റെ പേരിൽ 10 മണി വരെയാണ് മൈക്ക് പെർമിഷൻ അനുവദിക്കുന്നത്. അതും അതിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ടും അതൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ വലിയ രീതിയിൽ മൈക്ക് ഉപയോഗിച്ചു. ആ മൈക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഓഫീസർ ഇവരുടെ 10:15 വരെ കാത്തു നിന്നിട്ട് ഇവർ മൈക്ക് ഓഫാക്കിയില്ല. അവസാനം അദ്ദേഹത്തിന് പോയിട്ട് ട്രാഫിക് വലിയ ജാമാകുന്നുണ്ട്, ടൗണിൽ പ്രശ്നങ്ങളുണ്ട്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് കണ്ടപ്പോൾ അദ്ദേഹം ആ മൈക്ക് ഓഫാക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ചിരിച്ചു കാണിക്കുന്ന ഒരു ഇളിക്ക് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഓഫീസർ ചിരിച്ചു. അതിന് വീഡിയോ എടുത്തിട്ട് ഇവരൊക്കെ ഏത് രീതിയിലാണ് പ്രചരിപ്പിച്ചെന്ന് മനസ്സിലായോ? അതിന് മേൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ ഫോട്ടോ ഷെയർ ചെയ്ത്, ഷാഫി പറമ്പിൽ ആ ഫോട്ടോ ഷെയർ ചെയ്ത്, ഇവരോട് ചെയ്യുന്ന കുൽസിത പ്രവർത്തനം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുസ്ലിം വിരുദ്ധ സർക്കാരാണെന്ന് സ്ഥാപിക്കാനുള്ള ഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമാണിത്. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. എന്താ പ്രശ്നം? നിലമ്പൂർ ബൈ ഇലക്ഷൻ കഴിഞ്ഞു. നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമിയും UDF അടക്കമുള്ള മുന്നണി ജയിച്ചു. ആ ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കും. അതിനുശേഷമുള്ള തൊട്ട് അടുത്താണ് ആ സമയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിവാദം എന്തായിരുന്നു? സ്കൂളുകളിൽ 1/4 മണിക്കൂർ നേരത്തെ തുറക്കാനും 1/4 മണിക്കൂർ കഴിഞ്ഞ് അടക്കാനും തീരുമാനിക്കുന്നു. ശനിയാഴ്ച അവധി കൊടുക്കാൻ തീരുമാനിക്കുന്നു. വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടായി. ഗവൺമെൻറ് അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഹൈക്കോടതി നിശ്ചയിച്ചതാണ് ഈ സമയക്രമം. ഹൈക്കോടതി പറയട്ടെ. എന്താ മദ്രസ വിദ്യാഭ്യാസം തകരുമെന്ന രീതിയിൽ വലിയ തോതിൽ നറേഷൻ വന്നു. തകർന്നോ? മദ്രസ വിദ്യാഭ്യാസം കേരളത്തിൽ തകരുന്നുണ്ടോ? ഏതെങ്കിലും ഗവൺമെൻറ് മദ്രസ വിദ്യാഭ്യാസത്തിനെതിരാണോ? ഇല്ല. അതിനുശേഷം രണ്ടാമത്തെ വിവാദം സൂംബ. 26-ാം തീയതി സൂംബ തുടങ്ങുന്നു. മുഖ്യമന്ത്രി വളരെ നേരത്തെ ഈ കാര്യം പറഞ്ഞു. ഈ സൂംബ എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകളോടാണ് മനുഷ്യന്മാർ എല്ലാ കാര്യവും ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ശാസ്ത്രീയ തെളിവുണ്ട്. എന്താ സംഗതി? നിരവധി പഠനങ്ങൾ, നേരത്തെ അജിംഷാ പറയുന്നത് നിരവധി പഠനങ്ങൾ അത് സംബന്ധമായുണ്ട്. മാത്രമല്ല ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഫ്രീ ആൻഡ് കമ്പൽസറി വിദ്യാഭ്യാസം നൽകാൻ 2009 മൻമോഹൻ സിംഗ് ഗവൺമെൻറ്, അതായത് 2ാം UPA ഗവൺമെൻറ്, അഹമ്മദ് സാഹിബ് അടക്കമുള്ള കേരളത്തിലെ നിരവധി പേർ മന്ത്രിമാരായിരുന്ന 2ാം UPA ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ ഒന്നായിരുന്നു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ 14 വയസ്സ് വരെ. അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉത്തരവാദിത്വം എന്താണെന്ന് പറയുന്നുണ്ട്. ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. കൃത്യമായി ഭരണഘടനാ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിദ്യാർത്ഥികളുടെ സർവോന്മുഖ എല്ലാ വിധത്തിലുള്ള ഉന്നതിക്ക് ഉതകുന്ന രീതിയിൽ അവരുടെ ചൈൽഡ് ഫ്രീ ഓഫ് ഫിയർ, ട്രോമ ആൻഡ് ആങ്സൈറ്റി, കുട്ടികൾക്ക് ഭയമില്ലാതെ
ട്രോമയില്ലാതെ ആങ്സൈറ്റി ഇല്ലാതെ രീതിയിൽ ഒരു വിദ്യാഭ്യാസമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. 5 വർഷത്തേക്ക് മാൻഡേറ്റുള്ളൊരു ഗവൺമെൻറ്റാണ് സംസ്ഥാനം ഭരിക്കുന്നത്. 2021 മെയ് 18-നോ 20-നോ മറ്റോ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്ത 5 വർഷം ഈ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഈ 5 വർഷം സംസ്ഥാനത്ത് എന്താണ് നടപ്പാക്കേണ്ടത് തീരുമാനിക്കാനുള്ള അധികാരം ഈ ഗവൺമെൻറ് ഉണ്ടെന്നേ. അത് ഏതെങ്കിലും മതസംഘടനയിൽപ്പെട്ട ഏതെങ്കിലും മതസംഘടനയല്ല, ഈ വിസ്ഡമിനെ പോലുള്ള ആൾക്കാരോട് സംസാരിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ് ഇല്ല. നമ്മളെ മനസ്സിൽ ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു അവരുടെ ആശങ്ക പറയും. എന്താണ് ആശങ്ക? ഇന്നലെ എൻ്റെ സുഹൃത്ത് പ്രേംകുമാർ സാറ് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു കമൻറ്റ് എനിക്ക് വളരെ ശ്രദ്ധിച്ചു. ഭൂമി ഉരുണ്ടതാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ്. ഭൂമി ഉരുണ്ടതാണ്. പല മതഗ്രന്ഥങ്ങളും പറയുന്നത് ഭൂമി പരന്നതാണെന്നാണ്. ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത് ജോഗ്രഫിയിൽ പഠിപ്പിക്കുന്ന ഒരു സംഗതിയിൽ ആരെങ്കിലും തർക്കം ഉന്നയിച്ചാൽ അത് പരന്നതല്ല, ത്രികോണാണെന്ന് നമുക്ക് സമർത്ഥിക്കാൻ കഴിയുമോ? ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമില്ല. ഈ സൂംബ ഡാൻസുമായി സംബന്ധമായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായി പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആ കരിക്കുലം നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരം 2009 വിദ്യാഭ്യാസ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകാനുള്ള 2009 നിയമപ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടുന്നതാണ്. 5 വർഷത്തേക്ക് മാൻഡേറ്റ് കൊടുത്തൊരു ഗവൺമെൻറ് അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം അധികാരമുണ്ട്. അങ്ങനെ UDFനോ അല്ലെങ്കിൽ ഇവർക്കോ അധികാരം നിങ്ങൾ പറയണം. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അടുത്ത ഇലക്ഷനിൽ UDF അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ സൂംബ നിർത്തലാക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. നിലവിലുള്ള സർക്കാർ മാൻഡേറ്റ് കൊടുത്താൽ നിങ്ങൾക്കതിന് തടസ്സം കൊടുക്കുന്ന നിയമസഭ കൂടുമ്പോൾ അങ്ങനെ പറയാം. ഇനി നിങ്ങളുടെ MLA മാരുണ്ടല്ലോ, നിങ്ങൾക്ക് പ്രതിപക്ഷത്ത് നിങ്ങൾ സഹകരിക്കുന്ന MLA മാരെ കൊണ്ട് മുഖ്യമന്ത്രിയോട് സംസാരിപ്പിക്കുക. അതിന് പകരം സമൂഹത്തിൽ ഛിദ്രഭിന്നമാക്കുന്ന രീതിയിൽ സമൂഹത്തിനിടയിലേക്ക് സാധാരണ മുസ്ലിം മതവിശ്വാസിയെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രീതിയിൽ എല്ലാ പുരോഗമന ആശയങ്ങൾക്കും മനുഷ്യനും കുട്ടികൾക്കും സന്തോഷം കിട്ടുന്ന എല്ലാ സംഗതികൾക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ എതിരാണ് എന്ന രീതിയിൽ തോന്നലുണ്ടാക്കുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കാനുള്ള ഗൂഢതന്ത്രമാണ് ഇവർ ചെലവാക്കുന്നത്. ഇവർക്ക് ആവശ്യം എനിക്ക് ബലമായ സംശയം സംഘപരിവാറിനെ വീടുപണി ചെയ്യുന്ന ജോലിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. സംഘപരിവാറാണ് ഇതിന് ഗുണം ലഭിക്കാൻ പോകുന്നത്. ഒരു നിലക്കും ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന പരിഷ്കാരം നടപ്പാക്കണമെന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് വന്നത്? ഇതിനു മുമ്പ് വെള്ളാപ്പള്ളി ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ വിസ്ഡമിൻ്റെ ഫിത്തനയിൽപ്പെട്ട ഒരു മുസ്ലിം ടെർമിനോളജി പറഞ്ഞാൽ വിസ്ഡമിൻ്റെ ഫിത്തനയിൽപ്പെട്ടതാണ് ആര്? എന്താ അയാളുടെ പേര്? ഒരു താടി മുടിക്കും മെയിലാഞ്ചി ഇടുന്നൊരു ഉസ്താദില്ലേ, നേരത്തെ പറഞ്ഞ അയാൾ പേര് എനിക്ക് പറഞ്ഞു. അയാൾ പിന്നെ ഇവരുടെ കുറച്ച് ആൾക്കാർ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? അത് പിന്നെ MS അക്കൂടത്തായി MSFൻ്റെ 2 ആൾക്കാർ, ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു നേരത്തെ പെൺകുട്ടികൾ പരാതി പറഞ്ഞ ഒരാൾ, അയാളുടെ പേര് എനിക്ക് പറഞ്ഞു. ഇവരൊക്കെ എന്താ സംഭവിക്കുന്നത്? ഈ തഹ്ലിയും അയാൾ ആ പെൺകുട്ടി പരാതി പറഞ്ഞ മറ്റേ ആളും ഹരിതയുടെ അവരൊക്കെ എന്താ ചെയ്തത്? ഈ വിസ്ഡംകാർ ഇസ്ലാമിൻ്റെ ചാമ്പ്യന്മാരോ എന്ന് ഭയന്നിട്ട്, ഈ ഇസ്ലാമിൻ്റെ ചാമ്പ്യന്മാർ ഇവരാകുമോ എന്ന് ഭയന്ന് ഇതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചിത്രം എന്നതിലേക്ക് ഇതിൻ്റെ പിന്നാലെ കൂടുകയാണ്. സമസ്ത നേതാക്കൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാത്തത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായം പറയാത്തതാണ്. കേരളത്തെ എങ്ങനെ നമുക്ക് യുവജനോത്സവം നടത്താൻ കഴിയുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒപ്പനയുണ്ട്, കോൽക്കളിയുണ്ട്, ദഫ് മുട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ക്യാമ്പസുകളിലും മുസ്ലിം കുട്ടികളും അല്ലാത്ത കുട്ടികളും എത്ര കലോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്, നാടകം കളിക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. അതൊക്കെ നമുക്ക് നിരോധിക്കാൻ കഴിയുമോ? അതൊക്കെ വർഷങ്ങളായി നടക്കുന്ന ആ സംവിധാനങ്ങളൊക്കെ ഏതെങ്കിലും ഒരു മതഗ്രൂപ്പ് വന്നിട്ട് തടയണമെന്ന് പറഞ്ഞാൽ നമുക്ക് തടയാൻ കഴിയുമോ? അത് വിദ്യാർത്ഥികളുടെ സർഗാത്മകതയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളെ നൈസർഗികമായ കഴിവിനെ പുറത്തു കൊണ്ടുവരുന്നതിന്, അവരിൽ ടാലൻറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ സംഗതിയാണ്. ഞങ്ങളുടെ കുടിസായ മതബോധത്തിന് പുറത്ത് സമൂഹം ഇല്ലാന്ന് വിചാരിക്കുന്ന അപകടകരമായ സംഗതിയാണ്. ഇവരോട് ചർച്ച ചെയ്യാൻ പോലും വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരൊരിക്കലും കേരളത്തിലെ മുസ്ലിമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരല്ല. അയാൾക്ക് ആ വാദമില്ലാന്ന് അയാൾ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരൊരിക്കൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും കേരള സമൂഹത്തിൻ്റെ മഹാഭൂരിപക്ഷം മുസ്ലിം മതവിശ്വാസികളും 5 നേരം പള്ളിയിൽ പോകുന്ന, നോമ്പെടുക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന എല്ലാ മുസ്ലിങ്ങളും താങ്കൾ ആ നിലയ്ക്ക് എല്ലാ മുസ്ലിങ്ങളും റെപ്രസെന്റ് ഇവരാരും ഈ വിസ്ഡം ഗ്രൂപ്പിന്റെ ഞാൻ ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്ത ആളല്ല. എനിക്ക് മുസ്ലിം സമുദായത്തിലെ നിരവധി സുഹൃത്തുക്കൾ എൻ്റെ കൂടെയുണ്ട്. അവർ നൽകുന്ന ഇല്ല, നിങ്ങൾ അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എനിക്ക് അവകാശവാദമില്ല.
ഞാൻ ഇന്ത്യൻ സമൂഹത്തിൽ ജീവിക്കുന്ന ഇന്ത്യൻ മതേതരത്തിൽ നിലകൊള്ളുന്ന ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണെന്നേ. ഞാൻ മുസ്ലിം റെപ്രസെൻറ്റേഷൻ ഞാൻ അവകാശപ്പെടുന്നില്ല. നിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ തന്തയാവേണ്ട, നിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മുതലാളിമാരാകേണ്ട, നിങ്ങൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാപ്പമാരാകേണ്ട. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ഇന്നേ വരെ 26, 27, 28 3 ദിവസം കേരളത്തിൽ ഏതെങ്കിലും പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി അവിടുത്തെ ഹെഡ്മാസ്റ്റർക്ക് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്കൊന്ന് കാണിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്തിനാണ് ഈ സമൂഹത്തിൽ ഫിത്തിന ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഛിദ്രത ഉണ്ടാക്കുന്നത്? ഐക്യത്തോടെ പോകുന്ന, പരസ്പര സ്നേഹത്തോടെ പോകുന്ന ഒരു സമൂഹത്തിനുള്ളിലേക്ക് മതപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ ആരോടാണ് കൊട്ടേഷൻ വാങ്ങി വന്നിട്ടുള്ളത്? RSSകാരോടാണോ? ഈ സംഘപരിവാറിനോടാണോ? നിങ്ങൾ എന്തിനാണ് സംഘപരിവാറിന് വെള്ളയിച്ചു കൊടുക്കുന്ന ഒരു പണി കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന സമീപനം എടുക്കുന്നത്? ഇത് തിരുത്തണം. നിങ്ങൾക്ക് ബുദ്ധിയും വിദ്യാഭ്യാസം ഉള്ളവരല്ലേ? അങ്ങനെയുള്ളവർ നിങ്ങൾ ഇതാണോ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ക്രിയാത്മകമായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി കണ്ട് സംസാരിക്കാമല്ലോ. മുഖ്യമന്ത്രി നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തരില്ലേ? നിങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രി കണ്ട് സംസാരിക്കാമല്ലോ. അതിന് പകരം സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ മോശക്കാരാക്കുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. തീർച്ചയായും വ്യക്തമാണ്, സമഗ്രമാണ്, സമൃദ്ധമാണ്.